സംസ്ഥാനത്തെ ഭീകരവാദ കേസുകളിൽ എൻഐഎ അന്വേഷണം ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊച്ചിയിൽ നിന്ന് എത്തുന്നത്. തൃശൂർ IS കേരള മോഡ്യൂൾ കേസിൽ മുഖ്യപ്രതികളുടെ കൂട്ടാളി മാപ്പ് സാക്ഷിയാകുമെന്നറിയുന്നു. എന്തായാലും കേസിൽ തുടരന്വേഷണത്തിന് എൻഐഎ കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഹൈറിച്ച് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വൻ നിക്ഷേപങ്ങൾ നടത്തിയവരെയും ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ 50 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപം നടത്തിയവരുടെ പട്ടിക ED തയ്യാറാക്കിയിട്ടുമുണ്ട്. ജിജീഷ് കരുണാകരനാണ് ഈ വാർത്തകളുടെ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നത്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട NIA അന്വേഷണം ഊർജിതമാക്കുന്നു. അത് കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഈ IS മോഡ്യൂൾ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് NIA. ഇതിനുള്ള അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഗുഡ് മോർണിംഗ് അനു. കൃത്യമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന നിരവധി കേസുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദ ആസൂത്രണങ്ങൾ നടന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ ചിലതിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കേസുകളിലടക്കം കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. കാരണം NIAയുടെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് നിലവിൽ പ്രതിപട്ടികയിൽ എത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിചാരണ നേരിട്ടവർക്ക് അപ്പുറം നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യമായി ഇതിന്റെ പിന്തുണ അർപ്പിച്ച അതിന്റെ ഭാഗമായി മാറിയ ആളുകളുണ്ട്. അവരിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും തൃശൂർ മൊഡ്യൂൾ IS കേസ് അതിന്റെ അന്വേഷണം തുടരുന്നതിനുള്ള ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കലൂരിലെ പ്രത്യേക NIA കോടതിയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അന്വേഷണം കോടതി അംഗീകരിക്കുന്നതോടെ വിശദമായ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് കേരള മൊഡ്യൂൾ IS കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കും. മാത്രമല്ല സമാനമായ മറ്റ് കേസുകൾ കൂടി NIA കൂടുതൽ വിശദമായി അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം 4 പേരായിരുന്നു കേരള IS മൊഡ്യൂൾ കേസുമായി നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. എന്നാൽ ഈ 4 പേർക്കപ്പുറം നിരവധി ആളുകൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇതര സംസ്ഥാനങ്ങളിലും അടക്കം ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും ആസൂത്രണങ്ങളുടെയും എല്ലാം ഭാഗമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ ഈ സംഘങ്ങളുടെ ഭാഗമാക്കുക എന്നത് തന്നെയായിരുന്നു IS കേരള മൊഡ്യൂളിന്റെ ശ്രമം. മാത്രമല്ല വലിയ തോതിൽ ഫണ്ട് സ്വരൂപിക്കുക, സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നതിന് വേണ്ടി ഭീകരവാദികൾ പ്രത്യേകമായി തന്നെ വലിയ തോതിലുള്ള കൊള്ളകൾ, ബാങ്ക് കൊള്ളകൾ അടക്കം ആസൂത്രണം ചെയ്തു. ക്ഷേത്രങ്ങൾ അടക്കം കൊള്ള ചെയ്തുകൊണ്ട്, ആരാധനാലയങ്ങൾ കൊള്ള ചെയ്തുകൊണ്ട് അതിലൂടെ പണം സ്വരൂപിക്കാനുള്ള ഒരു ആസൂത്രണ നീക്കങ്ങൾ നടത്തി. അങ്ങനെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുക, ഒപ്പം തന്നെ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ട് പണം സ്വരൂപിക്കുക എന്നതെല്ലാം തന്നെയായിരുന്നു ഭീകരവാദികൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA ചോദ്യം ചെയ്തിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പായി അവരിൽ ചില ആളുകളെ മാപ്പുസാക്ഷികളാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേരള IS മൊഡ്യൂൾ തൃശൂർ കേസുമായി ബന്ധപ്പെട്ട് NIA നീങ്ങുന്നത്. ഒരാളെയാണ് നിലവിൽ മാപ്പുസാക്ഷിയാക്കുന്നതിനുള്ള നീക്കം NIA നടത്തുന്നത്. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട്, 1-ാം പ്രതി ആഷിഫുമായി ബന്ധപ്പെട്ടാണെങ്കിലും 2-ാം പ്രതി നബീലുമായി ബന്ധപ്പെട്ടും 3-ാം പ്രതി ഷിയാ സിദ്ദിഖ് അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഈ കൃത്യത്തിൽ എങ്ങനെയെല്ലാം പങ്കാളികളായിട്ടുണ്ട്, സ്ഫോടന ആസൂത്രണങ്ങളിൽ എങ്ങനെയെല്ലാം പങ്കാളികളായിട്ടുണ്ട് എന്ന് വ്യക്തമായി മൊഴി നൽകിയിട്ടുള്ള ആളാണ് ഇപ്പോൾ മാപ്പുസാക്ഷിയാക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇയാളുടെ പേര് വിവരങ്ങൾ അടക്കം ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. സ്വാഭാവികമായും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ, ഇത് വിചാരണ ഘട്ടത്തിലേക്ക് കേസ് കടക്കുമ്പോൾ, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള 4 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദ ആസൂത്രണങ്ങൾ, സംസ്ഥാനത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ ആസൂത്രണങ്ങളിൽ ഒന്ന് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വിലയിരുത്തിയിട്ടുള്ള ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ മാപ്പുസാക്ഷിയിലൂടെയായിരിക്കും അന്വേഷണം പ്രധാനമായും മുന്നോട്ട് പോവുക. ഒപ്പം തന്നെയാണ് മറ്റ് ഭീകരവാദ കേസുകൾ, കേരളത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കൂടി വിശദമായ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം റിയാസ് അബൂബക്കറിന്റെ കേസിൽ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകുവാൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിരുന്നു. കൃത്യമായ തെളിവുകൾ, ഡീറ്റെയിൽ തെളിവുകൾ അടക്കം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ കേസിൽ ചാവേർ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. തുടർ സ്ഫോടനങ്ങൾ റിയാസ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു. ചാവേർ ആക്രമണങ്ങൾ കൃത്യമായി തന്നെ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു. അതിൽ നിന്ന് ചില ആളുകൾ പിന്മാറിയ ഘട്ടത്തിൽ മാത്രമാണ് റിയാസ് അബൂബക്കർ, ആ ആളുകൾ പിന്മാറിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാതിരുന്നത്. അല്ലെങ്കിൽ
ആ പദ്ധതി തന്നെ പരാജയപ്പെട്ടു പോകുന്നത്. എന്നാൽ അതിനുശേഷവും ഇയാൾ മുന്നോട്ട് പോയിരുന്നു. ഈ റിയാസ് അബൂബക്കറിനെല്ലാം തന്നെ സഹായങ്ങൾ നൽകിയ ആളുകൾ ഇപ്പോഴും പുറത്ത് വിരാജിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ അവർ നിയമത്തിന്റെ പിടിയിലകപ്പെടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ കുറ്റപത്രം നൽകിയിട്ടുള്ള കേസുകളിൽ അടക്കം ഒരു തുടരന്വേഷണമാണ് ദേശീയ അന്വേഷണ ഏജൻസി ലക്ഷ്യമിടുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട ചില ആളുകളിലേക്കും പ്രധാനപ്പെട്ട ചില ആസൂത്രകരിലേക്കും തന്നെ അന്വേഷണം നീളുകയും ചെയ്യും. അനു.